അൽപായസായി പോയല്ലോ എന്റെ തുപ്പി. കൂടെ കുറെ മണ്ടന്മാരും. ഞാൻ എന്ത് ചെയ്യും എന്റെ തുപ്പി? നീ എന്തിനാണ് കരയുന്നത്? എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ചെയ്യില്ല ഓരോന്ന് ഓർത്ത് കരഞ്ഞതാ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഒറ്റ ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള. ഇതേത് മരണം? എസ് എ ഷമീർ. ഇതൊരു അനാനിമസ് കോളാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാ മതി. ആ ഷാജി പാപ്പനും പിള്ളേരും ഇപ്പൊ ആ കള്ളക്കമ്മട്ടായിട്ട് കുളമാവ് ഡാമിന്റെ മോളിൽ കൂടെ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയപ്പോ ഗോവിന്ദ സർ, ഇനി വണ്ടിയല്ല. ഓക്കെ സർ. കേളടാ ഞാൻ. എന്നാലും ഷാജിയേട്ടാ, ഈ വെസ്റ്റിന്റെ കാട്ടുപുറത്ത് എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കയറി? കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ചിങ്ങ് വരുമല്ലോ. വണ്ടി വിടുവാപ്പാ. എടാ ആംബുലൻസാ, ഇനി വിട്ടുപോയി എല്ലാം കൂടി അതിനകത്ത് പോകേണ്ട വരും. പാപ്പാ വണ്ടി നിർത്തിക്കേ. എന്നാടാ പറിച്ചു കളയും കേട്ടോ ഞാൻ. My sweetheart, my sweetheart. Come on boys, drive fast. Okay dude. രാജേട്ടാ പെട്ടെന്ന് വിട്. ആരാ പാപ്പന്റെ വണ്ടി കോട്ടം വെച്ചത്? ഇറങ്ങി അടി പാപ്പ. കർത്താവേ, ഉതുപ്പ് നമ്മളെ പുതപ്പിച്ച് കടത്തു ഷാജിയേട്ടാ. ഷാജി പാപ്പനെ ഇറങ്ങി വേടാ. അത് നമ്മളാ ചെയ്തെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? തിരിച്ചു വന്നില്ലേ, ബോഡി വീട്ടിലെത്തിക്കണടാ. റീത്ത് പറയട്ടെ പാപ്പ. ഇതെന്നെ ഉതുപ്പച്ചായ, കൊള്ളക്കാരെ പോലെ പള്ളിയിലേക്കാണോ? മറ്റേ ആ സംഭവത്തിന് ശേഷം പ്രതിവർഷം പൊതിരെ തല്ലി. അങ്ങനെ 3 ആഴ്ച ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി കുറച്ച് ദിവസം ജയിലിലിട്ടു. മാത്രമല്ല എൻ്റെ വിഗ്ഗമാര് കത്തിച്ചിളഞ്ഞു. അവിടെ കിളിവാതിൽ പോയി. നീ സ്റ്റെല്ലയോട് പറയണം, അത് പഴയ ജീപ്പായതുകൊണ്ടാണ് ബ്രേക്ക് പോയതെന്ന്. ഇതാണ്ടേ വണ്ടി എടുത്തു കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ എവിടെ ചവിട്ടിയാലും ബ്രേക്കാ. ഇതെന്നാ സ്റ്റെല്ലയ്ക്ക് കൊടുക്കണം. ഉതുപ്പച്ചാൻ്റെ കുഴലപ്പോ കൊടുക്കാം. എല്ലാവരും കയറിയട്ടെ. കേരളത്തിന്റെ പ്രായമുണ്ടോ? കൊടുക്കാൻ വേണ്ടി തന്നതാ. നമുക്ക് ടച്ചിങ് ചാറ്റ് എടുക്കാം. ഓടുന്ന തന്നെ ഭാഗ്യം. നമ്മൾ എങ്ങനെയൊക്കെ പോയിട്ട് അവന്മാരെങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ പുറകെ തന്നെ വരുന്നത്? അതാ മനസ്സിലാകാത്ത ഡ്യൂടെ. ഓ സ്റ്റോപ്പ് ദ സൈറൻ. എടാ പൊട്ടാ സൈറൻ ഓഫ് സൈറൻ ഓഫ് ആക്കടാ. അത് ശരിയാണല്ലോ. 10 കിലോമീറ്റർ പുറകേക്ക് സൈറൻ. എന്നിട്ട് ഫോളോ ചെയ്യുന്ന പോലും ഫോളോ ചെയ്യുന്നു. ബാഡ് ഇഡിയറ്റ്സ്. മൂവ് ബ്ലഡി ഫൂൾസ്. ഇതെന്താണ്? വണ്ടി തുരങ്കത്തിൽ ഇടിച്ച് നിന്നുണ്ടൂടെ. ഏത് തുരങ്കത്തിന്? അറിയില്ല ഡൂടെ. ചുറ്റും ഇരുട്ടാ. നോക്കട്ടെ. കണ്ണൂർ നോക്ക്. ലൈറ്റ് ഇടാ. തുറന്നു നോക്കടാ. ഈ തുരങ്കം നമ്മളെ വിഴുങ്ങി. ഇതെന്തുവാണ്? എനിക്ക് എന്റെ അമ്മ എടുത്ത് പോകണ്ടായേ. എന്താ? എന്റെ അമ്മ മരിച്ചതാണ്. അത് തുരങ്കം ഇടിഞ്ഞു വീണ്. അയ്യാ ഇവിടെ നമ്മൾ പിന്നെ ഓടി തുടങ്ങി. നോ പ്രോബ്ലം മാൻ. മൂവ്. നമ്മളല്ല വണ്ടി ഓടിക്കുന്നത്. നമ്മളല്ലേ പിന്നെ ആരാണ്? ஏன் கிட்டியாடா உன் விளையாட்டை காட்டின? இனி உன் வாழ்க்கை ஃபுல்லா ஒரட்டாடி தாண்டா. போ முன்னாடி போ. அப்படியே திருப்பு. போய் நம்மள்கிட்ட போய் நிறுத்து. போ முன்னாடி. இன்னும் முன்னாடி. ஓகே. டேய்
ஆம்புலன்ஸ் வெளியே தள்ளிட்டு அவனை மட்டும் உள்ள வச்சு அடியோ அடி அடிச்சு நம்ம ஹோட்டல் வரைக்கும் எழுதிடுவாங்கடா. முக்கியமா அவனை அடிக்கிற அடியில கொத்து பரட்ட ஆகணும். போகடா போக. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബോംബും തോക്കെടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ஐயோ பிரதர், ஐ டேக் ஒன்லி தட் கம்மட்டம் ப்ளீஸ். அண்ணா அந்த கம்மட்டம் மட்டும் கொடு அண்ணா. எந்த அண்ணனா പൊറോട്ട അടിയാൻ കമ്മട്ട ப்ளீஸ் அண்ணா அண்ணா. Again that Gramavasis. ഷാജിയേട്ടാ ദേ അവൻ. Fools! എവിടെ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചടാ എന്റെ കുഞ്ഞെ. അയ്യോ, എന്നെ ആ ഇന്റലിജൻസുകാർക്ക് വിട്ടുകൊടുക്കരുത് സാർ. എനിക്കാണെങ്കിൽ ഹിന്ദി പോലും അറിയത്തില്ല. പിടിക്കും സാർ, എന്തായാലും പിടിക്കും സാർ. 1 മണിക്കൂർ സമയം. എന്താടോ സാറേ ആ സാത്താൻ സേവർ. സാറേ ആ ഷമീറല്ലേ നിൽക്കണത്? സാറേ ഒതുക്കട്ടെ. ഒതുക്കും ഒതുക്കും. സാറേ നമുക്ക് ഫണ്ട് ഒതുക്കി കൊടുത്താലോ? അവൻ ഒതുക്കും. ഒരിക്കലും ഒതുക്കരുത്. കുറെ നാളെ ഇവൻ നമ്മളെ പോലീസുകാരായിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച തന്നെ പാത്രത്തിൽ ബോംബ് വെച്ച് നമ്മളെ പേടിപ്പിച്ചില്ലേ? ശരിയാ. സാറിന് ഇന്ന് നഷ്ടപ്പെടാതിരിക്കുക. പോടാ ഗോവിന്ദ, ആടി 660 ഒരു ഹോണ്. ഗോവിന്ദ അടിക്കടാ. ഓക്കെ സാർ. സാറേ അവര് ഹോണടിച്ചിട്ടാ. വണ്ടൻ ഷമീർ സൈക്കോളജിക്കൽ മൂവ് നടത്തുന്നു. കിടക്കട്ടെ ഒരു ഹൈലൈറ്റ്. സാറേ അവർ ലൈറ്റ് ഇട്ടു. നീ ഇടറാ ലൈറ്റ്. ഇട്ടു സാർ. അതാണ്, കുറച്ച് കളർ ബൾബും കൂടെ വേണമായിരുന്നല്ലേ സാറേ? കറക്റ്റ്. ഓഹോ, എന്നാ ഈ സേവ്യറിന്ന് രണ്ടിലൊന്നും അറിയണം. അല്ല സാറേ നമുക്കൊന്ന് പൊടിക്കൊതിക്കാലോ? സാറേ നേരെയില്ലാത്ത നേരത്ത് യുദ്ധത്തിന് പോണം. എനിക്ക് മതിയായി. മിണ്ടരുത്. അവനെ ഒരിക്കൽ പേടിച്ചാ പിന്നെ കാലാകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. പിടിച്ചിരുന്നോ? നീ ഇടറാ. സൈക്കോളജി എന്താന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ യുദ്ധത്തിൽ തോറ്റ് അവൻ ജീപ്പുമായിട്ട് കാട്ടിക്കറും. വണ്ടി ഇടറാ. സേവ്യറേ, നീ തീർന്നടാ, തീർന്നു. അവസാന നിമിഷം വരെ അവൻ കരുതും ഞാൻ വെട്ടിക്കുമെന്ന്. ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അവൻ വെട്ടിക്കും. ഇന്നാടാ ഷമീർ എത്തി തീർന്ന്. സാറേ നമുക്കൊന്ന് ഒതുക്കിയാലോ? മിണ്ടരുത്, മുമ്പോട്ടെടുക്കും. ഇന്ന് രണ്ടിലൊന്നും അറിയണം. അതാണ് കറക്റ്റ്. സമീർ സാർ സൂപ്പർ. അവൻ വെട്ടിച്ചില്ല. പോടാ.